സുപ്രധാന വാർത്ത. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിലെ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. 30 പേർ മരിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. 60-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും സ്ഥിരീകരണമുണ്ട്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണമാണ് 30 മരണമെന്നുള്ളത്. അത് ഇനിയും ഉയർന്നേക്കാം അല്ലേ? കാളിദാസ്, ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്കുണ്ടായ അപകടത്തിൽ, തിക്കിലും തിരക്കും പെട്ടുള്ള ഒരു അപകടത്തിൽ ഇപ്പോൾ 30 പേരുടെ മരണം UP സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുംഭമേളയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി DIG വൈഭവ് കൃഷ്ണയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ ഇപ്പോൾ 30 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാലും ഈ തിക്കിലും തിരക്കിലും പെട്ട് ഇതിൽ അപകടം സംഭവിച്ച സാഹചര്യത്തിൽ ഇതിൽ മരണം ഇനിയും കൂടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ UP സർക്കാർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഈ 60ഓളം പേർ ഇപ്പോൾ സമീപത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ഇതിൽ തന്നെ 30 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി UP സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 25 പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇനി 5 പേര് കൂടിയാണ് ഇനി തിരിച്ചറിയാനുള്ളത്. ഈ 25 പേരിൽ ഈ തിരിച്ചറിഞ്ഞ 25 മൃതദേഹങ്ങളിൽ 4 പേര് കർണാടക സ്വദേശികളാണ്. മറ്റുള്ളവർ ആസാം, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്വദേശികളാണെന്ന കാര്യം കൂടി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ UP സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നത്. ഈ തിക്കിലും തിരക്കിൽപ്പെട്ട് 90ഓളം പേർ വിവിധ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അതിൽ തന്നെ 60ഓളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നത്. എന്തായാലും അടിയന്തര സഹായത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര സഹായം തന്നെ UP സർക്കാരിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗിക കണക്ക് പ്രകാരം 30 പേരുടെ മരണമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 25 പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമായും 5 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. ഈ തിരിച്ചറിഞ്ഞവരിൽ 4 പേർ കർണാടക സ്വദേശികളും പിന്നെ 2 പേർ ആസാം സ്വദേശികളും 2 പേർ ഗുജറാത്ത് സ്വദേശികളുമാണ്. ബാക്കിയുള്ളവരെല്ലാം ഉത്തർപ്രദേശ് സ്വദേശികളാണെന്ന കാര്യമാണ് ഇപ്പോൾ UP സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉന്നയിക്കുന്ന VIP ദർശനത്തിലൂടെയാണ് ഇതുപോലെ ഒരു അപകടം എന്നൊരു കാര്യം കൂടി സർക്കാർ ഈ വാർത്താ സമ്മേളനത്തിലൂടെ നിഷേധിക്കുന്നുണ്ട്. പ്രധാനമായും തിക്കിലും തിരക്കിൽപ്പെട്ടാണ് അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ UP സർക്കാർ പ്രധാനമായും വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ അപകടമാണ് ഇന്നലെ രാത്രിയോടെ ഈ പ്രദേശത്തുണ്ടായത്. അതിൽ തന്നെ 30 പേരുടെ മരണമാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി 5 പേരുടെ മൃതദേഹം കൂടി ഇപ്പോൾ തിരിച്ചറിയാനുള്ളത്. നിലവിൽ ഇപ്പോൾ 25 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഗുജറാത്ത്, ആസാം, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനി സമീപ ആശുപത്രികളായി ഇനി 60ഓളം പേർ ചികിത്സയിൽ തുടരുന്ന കാര്യം കൂടി ഇപ്പോൾ ഈ സമീപത്തെ DIG വൈഭവ് കൃഷ്ണ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മരണം ഉയരാനുള്ള സാധ്യതയും സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാളിദാസ്, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടെ ബാരിക്കേഡ് തകർന്നുണ്ടായ ആ ഒരു അപകടത്തിൽ മരണസംഖ്യ 30 എന്നുള്ളത് UP സർക്കാർ തന്നെ സ്ഥിരീകരിക്കുന്നു. അതിൽ 25 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 60 പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാണ്. അതേസമയം ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഒരു അപകടം നടന്ന ത്രിവേണി ഘട്ടിൽ വീണ്ടും സ്നാനം പുനരാരംഭിച്ചിട്ടുണ്ട്. VIPകൾക്കൊന്നും സ്നാനത്തിനായി അനുമതി ഇന്ന് നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ സാധിച്ചത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.